രണ്ടാം തവണയും വടകരയുടെ എം.എൽ.എ. ആയ കെ രമിക്ക് സിറ്റിസൺ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. വടകര തേജസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് ഇ. നാരായണൻ നായർ അധ്യക്ഷത വഹിച്ചു. 3 പതിറ്റാണ്ടിലധികം പാരമ്പര്യമുള്ള ഏറ്റവും പൗരപ്രമുഖരുള്ള ഒരു സംഘടനയാണ്. അങ്ങനെ തന്നെയാണ് ഞാൻ അതിനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ സമയത്തും 5 വർഷങ്ങൾക്ക് മുന്നേയും എന്റെ മനസ്സിൽ തോന്നിയതാണ്. കാരണം വെച്ചാൽ ഇതിന്റെ ഒരു ക്രൈം നമ്മുടെ വടകരയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്രൈം ഇതിനകത്ത് കാണാൻ സാധിക്കും. വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ തരങ്ങളിലുള്ള ആളുകൾ. അപ്പോൾ ഒരു നാടിന്റെ വികസനത്തിന്, ഒരു നാടിന് വരുന്ന പ്രശ്നങ്ങളിനെ അത് എവിടേക്കാണ് എന്ന് കണ്ടെത്തി അത് പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നടത്തുന്ന അക്ഷീണമായ പ്രയത്നങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും ഒരു നാടിന്റെ മുന്നോട്ടുള്ള പോക്കിന് ജനപ്രതിനിധികൾക്കൊക്കെ അത് വലിയ അവരിലേക്ക് അത്തരം വിഷയങ്ങൾ എത്തിക്കാനും അത് ചൂണ്ടിക്കാണിക്കപ്പെടാനും അത് ചർച്ച ചെയ്യാനും അങ്ങനെ ഒരു നാടിന് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് എല്ലാ സംഘടനകൾക്കും സാധിക്കണമെന്നില്ല. പക്ഷെ നിങ്ങൾ അത് വളരെ കൃത്യമായി നിർവഹിച്ചു പോകുന്നുണ്ട് എന്നുള്ളത് പലപ്പോഴും മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നാരായണനാര് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഹൈവേയുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സമരത്തിന് ആഹ്വാനം ചെയ്ത സമയത്ത് നിങ്ങളുടെ നേതൃത്വത്തിലാണ് ആദ്യമായി എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സമരം നടത്തിയത്. അപ്പം അതൊരു ഹൈവേയുടെ സമരം എന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ നമ്മളതിന് ഏറ്റവും രൂക്ഷമായ പരിഹാരമില്ലാത്തൊരു വിഷയമായിട്ട് റോട്ടിലിറങ്ങി ജനപ്രതിനിധികൾക്കൊന്നും നടക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ എത്തിച്ചേർന്ന ഒരു സംഭവമാണ്. അപ്പം അതൊക്കെ അഡ്രസ് ചെയ്യണം. അത്തരം വിഷയങ്ങളെ ഒരുപക്ഷെ യുവജന സംഘടനകളൊക്കെ ഉണ്ടായതിനും അതൊക്കെ അഡ്രസ് ചെയ്യാൻ അതിനുവേണ്ടി നടക്കാൻ ഒരു കൂട്ടം ആളുകൾ തയ്യാറാകുന്നത് ചെറിയ കാര്യമല്ല. അതുപോലെ തന്നെ ആശുപത്രിയുടെ വികസനവുമായി ബന്ധപ്പെട്ട മുനിസിപ്പാലിറ്റിയുടെ വിഷയങ്ങൾ, കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് അങ്ങനെ നാടിനെ അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ അത് പരിഹരിക്കപ്പെടാൻ ആവശ്യമായ നിരന്തരമായ പ്രവർത്തനം നടത്താൻ വേണ്ടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി കൂടുന്നു, അത് ആലോചിക്കുന്നു എന്ന് പറയുന്നത് ഒരു നിസ്സാരമായ കാര്യമായിട്ട് കാണാൻ സാധിക്കില്ല. വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ അടിയന്തര നടപടികളും ദേശീയപാതയുടെ ദുരിതയാത്രാ പരിഹാരത്തിനും പ്രഥമ പരിഗണന നൽകാൻ യോഗം ഐക്യകണ്ഠേന ആവശ്യപ്പെട്ടു. ഇത്തരം വിഷയങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് എം.എൽ.എ. അറിയിച്ചു. ചടങ്ങിൽ കെ.പി. ചന്ദ്രശേഖരൻ, പുറന്തോടത്ത് സുകുമാരൻ, എം. പ്രകാശ്, പ്രൊഫസർ കെ മഹമ്മൂദ് എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു. സെക്രട്ടറി ടി. കെ. രാംദാസ് സ്വാഗതവും അജിത് പാലയാട്ട നന്ദിയും പറഞ്ഞു.